Good morning, all. Good morning, ma'am. Good morning, Miss. News എടുത്ത് നോക്കിയോ എല്ലാവരും? ന്യൂസ് എടുത്തിട്ട് നോക്കിയോ? ഇതാണ് ആരൊന്നും പറയാത്തേ? ഇറങ്ങിട്ടില്ല. എന്താണ് ഇല്ലാത്തത്? നോക്കിയോ ഇല്ലയോ? പറയ്. ഓക്കെ, ബാക്കി എല്ലാവരോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്ന് അറിയാനാണ് മക്കളെ ചോദിക്കുന്നത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്തിട്ട് മിസ്സിന് ക്ലാസ് നോക്കാൻ എടുക്കാനാണ്, അടുത്ത ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ. ആൽവിൻ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അടുത്ത ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആർക്കും ഡൗട്ട്സ് ഇല്ല? തുടങ്ങിക്കോട്ടെ. ഫാക്ടേഴ്സ് ഒന്നുകൂടെ പറയണം. ഓക്കെ, പറഞ്ഞുതരാലോ. ഫാക്ടേഴ്സില് ഫസ്റ്റ് വരുന്നത് മിസ് തുടങ്ങാണ്. ഓക്കെ, ഫാക്ടേഴ്സില് ആദ്യം വരുന്നത് എക്കണോമിക് ലൈഫ് ഓഫ് ദി മെഷീൻ. അതായത് ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ ഒരു ഉപകരണം വാങ്ങിച്ചിട്ട് അതിന് യാതൊരു തരത്തിലുള്ള കേടുകളും കൂടാതെ നമുക്ക് കുറച്ചു നാളെ യൂസ് ചെയ്യാലോ. ഒരു 4 വർഷം 5 വർഷമൊക്കെ യൂസ് ചെയ്യാലോ. അതിനെയാണ് എന്ത് പറയുന്നത്? എക്കണോമിക് ലൈഫ് ഓഫ് ദി മെഷീൻ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു കംപ്ലൈന്റ് വന്ന് അതിന്റെ മെഷീനോ അതിന്റെ എഞ്ചിനോ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാല് നമ്മൾ അത് വീണ്ടും റിപ്പയർ ചെയ്തിട്ട് പിന്നെയും കുറച്ചാളെ യൂസ് ചെയ്യും അല്ലേ? ഉണ്ടോ? അതാണ് എന്താ ഫിസിക്കൽ ലൈഫ് ഓഫ് ദി മെഷീൻ എന്ന് പറയുന്നത്. എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത് ഒരു ആസ്തിയുടെ, ഒരു അസറ്റിന്റെ എന്താണ് സർവീസ് ലൈഫ് അല്ലെ, ആയുസ് ഉൾപ്പെടുന്നു. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു മെഷീൻ നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ അതിന് ഒരു പൈസയും അല്ലെ, ഒരു റിപ്പയറിംഗ് കോസ്റ്റോ യാതൊരു തരത്തിലുള്ള എക്സ്പെൻസും ചെയ്യാതെ നമ്മൾ അത് എത്ര നാള് ഉപയോഗിക്കുന്നുണ്ട്, അതിനെയാണ് എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫിസിക്കൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു, അല്ലെങ്കിൽ അതിനൊരു ബ്രേക്ക് ഡൗൺ സംഭവിച്ചു, അതല്ലെങ്കിൽ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാല് അത് റിപ്പയർ ചെയ്തിട്ട് പിന്നെ വീണ്ടും നമ്മൾ 2 വർഷമോ അല്ലെങ്കിൽ 3 വർഷവും കൂടി ഉപയോഗിക്കും അല്ലേ? അപ്പൊ ആ ഒരു ടോട്ടൽ പീരീഡിനെയാണ് ഫിസിക്കൽ ലൈഫ് ഓഫ് ദി മെഷീൻ എന്ന് പറയുന്നത്. അതൊക്കെ ആയോ? നെക്സ്റ്റ് പറയുന്നത് ടാക്സ് ലൈഫ്. ടാക്സ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സാധനം നമ്മൾ 1 ലക്ഷം രൂപ കൊടുത്തിട്ട് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു 2 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാല് ആ ഒരു പൈസ നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു കുറച്ച് നാളുണ്ടാവുമല്ലോ. ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിൽ ഒരു സ്കാനിങ് മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാല് അവരെന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യന്റിൽ നിന്ന് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഒരു പൈസ ഈടാക്കുന്നുണ്ടോ? ഒരു പേയ്മെന്റ് മേടിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു പേയ്മെന്റിലൂടെ അവർക്ക് കുറച്ച് നാള് കൊണ്ട് അവർക്ക് ആ മെഷീനായ പൈസ അവർക്ക് കിട്ടുമല്ലോ, തിരിച്ചു പിടിക്കാൻ സാധിക്കുമല്ലോ. അപ്പൊ അവർക്ക് ചെലവാക്കിയ ആ ഒരു പൈസ മുടക്ക് മുതലിനേക്കാൾ പിന്നെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലാഭമാണ് അല്ലെ? ആ ഒരു മുടക്ക് മുതല് അവർക്ക് എത്ര നാള് കൊണ്ട് അവർക്ക് ലഭിച്ചു, ആ ഒരു പീരീഡിനെയാണ് ടാക്സ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? മൂലധന ചെലവ്, തിരികെ ലഭിക്കാവുന്ന വർഷങ്ങള്.
നെക്സ്റ്റ് പറയുന്നത് എക്കണോമിക് ഫോർകാസ്റ്റിംഗ് സാമ്പത്തിക പ്രവചനം എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഒരു മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്പെയർസ് കിട്ടണം അല്ലെ. സ്പെയർ നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാല് അത് നന്നാക്കണമെങ്കിൽ മാർക്കറ്റിൽ അതിന്റെ സ്പെയർ കിട്ടിയാൽ മാത്രമല്ലേ നമുക്ക് നന്നാക്കാൻ പറ്റുള്ളൂ. അല്ല സ്പെയർ കിട്ടിയില്ലെങ്കിൽ എന്താണ് പിന്നെ നമുക്ക് ആ മെഷീൻ നന്നാക്കി ഉപയോഗിക്കാൻ പറ്റുമോ? കറക്റ്റ് സ്പെയർ കിട്ടിയാൽ മാത്രമാണ് അല്ലെ നമുക്ക് അത് റിപ്പയർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ആ ഒരു ഒബ്റ്റൈനബിലിറ്റി ഓഫ് സ്പെയർസ്, അല്ലെങ്കിൽ അത് അവർക്ക് നഷ്ടമാണോ? സാമ്പത്തികമായിട്ട് നഷ്ടമാണോ സ്പെയർസിന്റെ ലഭ്യത ഇല്ലെങ്കിലാ? അപ്പൊ എന്താണ് ഒബ്റ്റൈനബിലിറ്റി ഓഫ് സ്പെയർസ്. പിന്നെ ഇലക്ട്രിസിറ്റി, ഒരുപാട് കറണ്ട് ചെലവാകേണ്ടി വന്നാലും അത് നഷ്ടമാണ് അല്ലെ. നമ്മുടെ വീട്ടില് എന്താണ് നമ്മ പുതിയ സാധനങ്ങൾ വാങ്ങണം, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഒക്കെ വാങ്ങുമ്പോൾ എന്താണ് 5 സ്റ്റാർ ഒക്കെ നോക്കിയിട്ടാണ് വാങ്ങുന്നത് ആണോ? എന്തിനു വേണ്ടിയിട്ടാ? ഇലക്ട്രിസിറ്റി ലാഭിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ഇലക്ട്രിസിറ്റി ലാഭിക്കാനായിട്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇലക്ട്രിസിറ്റിയുടെ ആ ഒരു യൂസേജും കൂടി അവര് ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആയോ ആൽവിൻ? എക്കണോമിക് ഫോർകാസ്റ്റിംഗ്. നെക്സ്റ്റ് പറയുന്നത് പൊട്ടൻഷ്യലി ഇൻ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം. അവിടുത്തെ നിലവിലുള്ള സിസ്റ്റത്തിന് അവരാ വാങ്ങിക്കുന്ന, അവരാ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു മെഷീന് അവർക്ക് അനുയോജ്യമാണോ എന്ന് നോക്കണ്ടേ? സാധ്യതയുണ്ടോ അല്ലെ? അവർക്ക് ആവശ്യമില്ലാത്ത ഒരു എക്യുപ്മെന്റ് അവർ പർച്ചേസ് ചെയ്തിട്ട് അവർക്ക് കാര്യമുണ്ടോ? അവർക്ക് ലോസ് ആണ് അല്ലെ അത്? നോ ആണ്. അപ്പൊ എന്താണ് നിലവിലുള്ള സംവിധാനത്തില്, എക്സിസ്റ്റിംഗ് സിസ്റ്റത്തില് അതിന് എത്രത്തോളം സാധ്യതയുണ്ട്? നെക്സ്റ്റ് പറയുന്നത് എക്കണോമിക് സർവേ ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ് അല്ലെ. നിക്ഷേപത്തിന്റെ സാമ്പത്തിക സർവേ. ഇപ്പൊ നമ്മ ഒരു സാധനം വാങ്ങിച്ചാലും നമ്മ ചിന്തിക്കാറില്ലേ നമ്മ കൊടുത്ത പൈസക്കുള്ള മൂല്യം ഉണ്ടോ അല്ലെ? നമുക്ക് അതുകൊണ്ട് വല്ല പ്രയോജനങ്ങളുണ്ടോ അല്ലെ? നമ്മ അങ്ങനെ ഒരു കാര്യം നോക്കാറുണ്ടോ? അസസ് ചെയ്യാറുണ്ടോ? നഷ്ടമാണോ ലാഭമാണോ അല്ലെ? ലോസ് ആണോ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള നിക്ഷേപത്തിന്റെ സാമ്പത്തിക സർവേ. നെക്സ്റ്റ് പറയുന്നത് ഇവര് വാങ്ങുന്നത് വലിയ വലിയ എക്യുപ്മെന്റ്സ് ആണെങ്കിൽ അവർക്ക് എന്താണ് കോസ്റ്റ് കൺസിഡറേഷൻ, ഇനീഷ്യൽ കോസ്റ്റ് ഓർ പർച്ചേസിംഗ് കോസ്റ്റ്. അവർക്ക് എന്താണ് ഒരു പ്രാരംഭ ചെലവ് വരുന്നുണ്ട് അല്ലെ. അത് പർച്ചേസ് ചെയ്യാനായിട്ട്, പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. പിന്നെ അതിനെന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ചെലവ് അല്ലെ, കോസ്റ്റ് കൺസിഡറേഷൻ നോക്കുന്നു, ചെലവ് പരിഗണനകള് ആ ഒരു എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു മെഷീനറീസുമായി ബന്ധപ്പെട്ട് അവർക്ക് വരുന്ന ചെലവുകൾ അവരെന്ത് ചെയ്യുന്നു? വിലയിരുത്തുന്നു. ഓക്കെ ആയോ ഫാക്ടേഴ്സ്? നെക്സ്റ്റ് എടുക്കട്ടെ. എല്ലാവർക്കും ഓക്കെ ആണോ? ബാക്കി എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കാലോ. നെക്സ്റ്റ് പർച്ചേസിംഗ് ഓഫ് എൻ ഓൾഡ് എക്യുപ്മെന്റ്. ഓൾഡ് എക്യുപ്മെന്റ് നമുക്ക് എങ്ങനെയൊക്കെ വാങ്ങാം? പഴയ ഉപകരണങ്ങള് നമുക്ക് പഴയ കാർ എങ്ങനെയൊക്കെ വാങ്ങാം? യൂസ്ഡ് കാറ് നമുക്ക് എങ്ങനെയൊക്കെ വാങ്ങാം? കുറഞ്ഞ കോസ്റ്റിന് വാങ്ങാം അല്ല, ഇങ്ങനെയൊക്കെ നമുക്ക് അത് സ്വന്തമാക്കാം. ഡയറക്റ്റ് ആയിട്ട് ആ ഓണറെ കയ്യിൽ നിന്ന് വാങ്ങാം അല്ലെ. അല്ലെ ഡയറക്റ്റ് ആ ഒരു ഉപയോഗിച്ച ആ ഒരു ഓണറുടെ കയ്യിൽ നിന്ന് വാങ്ങാലോ. പിന്നെ എങ്ങനെയാ വാങ്ങാം? ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങാം അല്ലെ. OLX വഴി ഡീലേഴ്സ് അല്ലെ. ഡീലേഴ്സിൽ നിന്ന് വാങ്ങാൻ യൂസ്ഡ് കാർ ഡീലേഴ്സിൽ നിന്ന് വാങ്ങാം അല്ലെ. പിന്നെ എന്താണ്? ബ്രോക്കേഴ്സ് വഴി വാങ്ങാം അല്ലെ. ബ്രോക്കേഴ്സ് വഴി വാങ്ങാം അല്ലെ. ഇടനിലക്കാർ വഴി അല്ലെ. പിന്നെ എന്താണ്? നമുക്ക് ലേലത്തിൽ എടുക്കാലോ. റെന്റിന് ലേലത്തിലൊക്കെ എടുക്കാം അല്ലെ. ലേലത്തിലൊക്കെ എടുക്കാലോ. അപ്പൊ നോക്കിയേ, അപ്പൊ അങ്ങനെ 4 തരത്തിലാണ് നമ്മ ഓൾഡ് എക്യുപ്മെന്റുകള് അതേപോലെ ഓൾഡ് എക്യുപ്മെന്റുകള്
പർച്ചേസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഓൾഡ് എക്യുപ്മെന്റുകൾ പർച്ചേസ് ചെയ്യുന്നത്? ദാൻ owing to shortage of money or to use the equipment as an experiment. അല്ലെ, എന്താണ് ആ ഒരു ഹോസ്പിറ്റലില് പൈസയുടെ അല്ലെ പണത്തിന്റെ ദൗർലഭ്യം മൂലമോ അതല്ലെങ്കിൽ എന്താണ് ഒരു എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് അല്ലെ ഒരു പരീക്ഷണത്തിനോ ആയിട്ടാണ് അവരോട് ആ ഓൾഡ് എക്യുപ്മെന്റുകൾ പർച്ചേസ് ചെയ്യുന്നത് അല്ലെ. ചിലപ്പോ എന്താണ് ആ ഒരു ഫെസിലിറ്റീസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ അല്ലെ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആ ഒരു എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യാലോ അല്ലെ. അപ്പൊ അവര് ഒരുപാട് മുതൽ മുടക്ക് കൊടുത്തിട്ട് പുതിയ എക്യുപ്മെന്റ് വാങ്ങണം, അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് നടത്താൻ വേണ്ടിയിട്ട് പുതിയൊരു എക്യുപ്മെന്റ് വാങ്ങണോ? വേണ്ട അല്ലെ, യൂസ്ഡ് ആയിട്ടുള്ള അല്ലെ. അപ്പൊ അവർക്ക് ചിലപ്പോ അതിന്റെ പകുതി പൈസ അല്ലെ, അതിനും ഒരുപാട് പൈസ കുറവിന് ലഭിക്കും അല്ലെ. അപ്പൊ എന്താണ് ചിലപ്പോഴ് അവിടുത്തെ പണത്തിന്റെ ദൗർലഭ്യം മൂലമോ അതല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് പരീക്ഷണത്തിനോ ആയിട്ടോ ആണ് അവര് ഓൾഡ് എക്യുപ്മെന്റുകൾ പർച്ചേസ് ചെയ്യുന്നത്. ഈ ഓൾഡ് എക്യുപ്മെന്റുകൾക്കുള്ള 4 മെയിൻ സോഴ്സസ്, പ്രധാന ഉറവിടങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഡയറക്റ്റ്ലി ബൈയിങ് ഫ്രം ദി ഓണേഴ്സ് അല്ലെ, നേരിട്ട് ഓണേഴ്സിൽ നിന്ന് അല്ലെ ഉടമസ്ഥരിൽ നിന്ന് വാങ്ങുന്നു. അപ്പൊ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജ് ഈസ് ദാറ്റ് വി ക്യാൻ സീ ദ വർക്കിംഗ് ഓഫ് ദി പെർട്ടിക്കുലർ എക്യുപ്മെന്റ്. അപ്പൊ നേരിട്ട് വാങ്ങുമ്പോൾ നമുക്കറിയാലോ ആ ഒരു എക്യുപ്മെന്റിന്റെ എന്താണ് വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം അല്ലെ. നേരിട്ട് പോയി വാങ്ങുമ്പോൾ പറ്റോ? അപ്പൊ എന്താണ് നമുക്ക് ഡയറക്ട്ലി ഫ്രം ഓണേഴ്സിൽ നിന്ന് നേരിട്ട് വാങ്ങുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത് വി ക്യാൻ സീ ദ വർക്കിംഗ് ഓഫ് ദി പർട്ടിക്കുലർ എക്യുപ്മെന്റ്. ആ ഒരു എക്യുപ്മെന്റ് നമ്മൾ വാങ്ങാൻ പോകുന്ന ആ ഒരു എക്യുപ്മെന്റിന്റെ പ്രവർത്തനം നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ആൻഡ് ഓൾസോ അബൌട്ട് ദ ഡീറ്റെയിൽസ് ഓഫ് പാസ്റ്റ് യൂസേജ് ഓഫ് ദി കൺസേൺഡ് എക്യുപ്മെന്റ് അല്ലെ. പിന്നെ നമുക്ക് ആ ഒരു ഓണേഴ്സിനോട് ചോദിച്ചിട്ട് അവരുടെ മുമ്പത്തെ ഉപയോഗങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാലോ. അതിന്റെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണ് അല്ലെ, വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണ്, എത്ര സമയം നമുക്കത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പാസ്റ്റ് യൂസേജ് മുൻപത്തെ ഉപയോഗങ്ങളെ കുറിച്ച് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാനായി സാധിക്കുന്നു. ഓക്കെ ആണോ? ചോദിക്കാട്ടോ, ക്വസ്റ്റ്യൻ വരുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ് ഡീലേഴ്സ് അല്ലെ. യൂസ്ഡ് അല്ലെങ്കിൽ ഓൾഡ് എക്യുപ്മെന്റ് ഡീലേഴ്സിൽ നിന്ന് നമ്മൾ ആ ഒരു എക്യുപ്മെന്റ് വാങ്ങുന്നത് വാറന്റി ഫോർ എ ഷോർട്ട് പീരീഡ് അല്ലെ. നമുക്ക് ഒരുപാട് നാളത്തേക്ക് അവർ വാറന്റി തരുമോ? നമ്മ ഒരു കാർ ഡീലേഴ്സിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇല്ല അല്ലെ, ചെറിയൊരു കാലയളവിലേക്ക് മാത്രമാണ് അല്ലെ നമുക്ക് വാറന്റി തരുന്നത്. അപ്പൊ വാറന്റി ഫോർ എ ഷോർട്ട് പീരീഡ്, കുറച്ച് സമയത്തേക്ക് മാത്രമാണ് നമുക്ക് അവർ വാറന്റി ഓഫർ ചെയ്യുന്നത്. 2 types ഓഫ് എക്യുപ്മെന്റ് റിസീവ്ഡ് ഫ്രം ദം. നമുക്ക് 2 തരത്തിലുള്ള എക്യുപ്മെന്റ് ആണ് നമ്മൾ അവരിൽ നിന്ന് വാങ്ങുന്നത് അല്ലെ. എങ്ങനെയുള്ള 2 തരത്തിലുള്ളത്? റീബിൽഡ് ഓർ റീകണ്ടീഷൻ എക്യുപ്മെന്റ്. അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോ വാങ്ങിയിട്ട് എന്തെങ്കിലും കേടായ സാധനങ്ങൾ വാങ്ങിയിട്ട് റിപ്പയർ ചെയ്ത് നമുക്ക് തരാലോ, റീബിൽഡ് ചെയ്തതോ അല്ലെങ്കിൽ പുനഃസ്ഥാപിച്ചതോമായിട്ടുള്ള പുനർനിർമ്മിച്ചതോ അല്ലെങ്കിൽ പുനഃസ്ഥാപിച്ചതോമായിട്ടുള്ള എക്യുപ്മെന്റ് ആയിരിക്കും അല്ലെ അവർ വിൽക്കുന്നത് അല്ലെ. ഇപ്പൊ കാറാണെങ്കിലും സ്ക്രാച്ച് വീഴ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് കംപ്ലൈന്റ് വന്നിട്ട് ഓണേഴ്സ് വിറ്റത് അവരെന്ത് ചെയ്യും, രണ്ടാമത് നന്നാക്കും അല്ലെ, റിപ്പയർ ചെയ്തിട്ട് വിൽക്കോലോ, വിൽക്കോ അല്ലെ. അപ്പൊ എന്താണ് 2 തരത്തിലുള്ള റിപ്പയർ ചെയ്തിട്ട് അല്ലെ 2 തരത്തിലുള്ള എക്യുപ്മെന്റുകളാണ് നമ്മൾ ഡീലേഴ്സിൽ നിന്ന് വാങ്ങുന്നത്. ഒന്നാമത്തത് റീബിൽഡ് അല്ലെ, പുനർനിർമ്മിച്ചതോ അല്ലെങ്കിൽ പുനഃസ്ഥാപിച്ചതോ ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ. എന്തെങ്കിലും പ്രശ്നങ്ങള് ബ്രേക്ക് ഡൗണുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടുള്ള സാധനങ്ങള് വീണ്ടും അവർ റിപ്പയർ ചെയ്ത് നന്നാക്കിയതിനു ശേഷം വിൽക്കുന്നതൊക്കെ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ ആണോ?
നെക്സ്റ്റ് പറയുന്നത് ബ്രോക്കേഴ്സ് അല്ലെ, ഇടനിലക്കാരിൽ നിന്ന് നമുക്ക് വാങ്ങാം യൂസ്ഡ് എക്യുപ്മെന്റുകൾ അല്ലെ. നെക്സ്റ്റ് ഓപ്ഷണറീസ് അല്ലെ. ഓപ്ഷണറീസ് എന്ന് പറഞ്ഞാല് എന്താണ്? ഓപ്ഷണറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലേലക്കാര് അല്ലെ, നമ്മ പാട്ടത്തിന് ലേലത്തിനൊക്കെ എടുക്കില്ലേ, വാടകയ്ക്ക് അല്ലെ, ലേലത്തിനെടുക്കുന്നത്. അപ്പൊ നോക്കിയേ, both are risky sources and there will be no warranty. നമ്മിങ്ങനെ ബ്രോക്കേഴ്സിൽ നിന്ന് വാങ്ങുന്നത് അല്ലെങ്കിൽ ഓപ്ഷണറീസിൽ നിന്ന് വാങ്ങുന്നതിനൊക്കെ എന്തെങ്കിലും വാറണ്ടി ഉണ്ടോ? കംപ്ലൈന്റ് ആയാൽ പോയത് തന്നെയാണ് അല്ലെ, കംപ്ലൈന്റ് ആയാൽ പോയി തന്നെയാണ് അല്ലെ. അപ്പൊ അതിന് നോ വാറണ്ടി ആണ് അല്ലെ, ഒരു വാറണ്ടിയും ഇല്ല. കൂടാതെ അതൊരു റിസ്കി സോഴ്സസ് ആണ് അല്ലെ, അല്ലെ, അപകടകരമായിട്ടുള്ള ഒരു ഉറവിടമല്ലേ. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, നമ്മ വാങ്ങിച്ച ആ ഒരു എക്യുപ്മെന്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ എക്സ്പെൻസ് നമ്മുടെ പോവാണല്ലേ, നമുക്ക് നഷ്ടം സംഭവിക്കുകയാണല്ലേ. നമുക്ക് പിന്നെ അത് സ്ക്രാപ്പിന് കൊടുക്കാൻ മാത്രം പറ്റുള്ളൂ അല്ലെ, അല്ലേ. അപ്പൊ അതെന്താണ്? ബ്രോക്കേഴ്സും ഓപ്ഷണറീസും എന്താണ്? റിസ്കി സോഴ്സസ് ആണ്. കൂടാതെ അങ്ങനെ വാങ്ങിക്കുന്ന എക്യുപ്മെന്റുകൾക്ക് യാതൊരു തരത്തിലുള്ള വാറണ്ടിയും ഓഫർ ചെയ്യുന്നില്ല. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഡിസ്അഡ്വാൻറ്റേജസ് ഇൻ ബൈയിങ് ആൻ ഓൾഡ് എക്യുപ്മെന്റ്. നമ്മൾ ഈ ഒരു ഓൾഡ് എക്യുപ്മെന്റുകൾ വാങ്ങുന്നത് കൊണ്ടുള്ള ഡിസ്അഡ്വാൻറ്റേജസ് അല്ലെ, പോരായ്മകൾ എന്തൊക്കെയാണ്? economic life of particular equipment cannot be asserted അല്ലെ. നമുക്ക് ആ ഒരു എക്യുപ്മെന്റിന്റെ എക്കണോമിക് ലൈഫ് എത്രത്തോളമാണെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റോ? നമുക്ക് എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റോ അത്രയും ഉപയോഗിക്കാം അല്ലെ. അതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്? സാമ്പത്തിക ജീവിത കാലയളവ് നമുക്ക് എത്ര നാള് അത് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കുകയില്ല. നെക്സ്റ്റ് പറയുന്നത് നോ ആഫ്റ്റർ സെയിൽ സർവീസ് അല്ലെ, വിൽപ്പനാനന്തര സേവനം. നമ്മൾ ആ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാല് നമുക്ക് പിന്നെ അവര് ലേലക്കാർ എന്താണ്? നോ ആഫ്റ്റർ സെയിൽ സർവീസ്. നമ്മൾ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്യാരണ്ടി ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലെ. പക്ഷെ പുതിയ സാധനം നമുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ആ ഒരു സർവീസ് അല്ലെ, സർവീസ് ചെയ്ത് തരുന്നു പറയുന്നുണ്ട് അല്ലെ, ഗ്യാരണ്ടി ഒക്കെ തരുന്നുണ്ടോ പുതിയതാണ് വാങ്ങുന്നതെങ്കിൽ? പക്ഷെ ഇങ്ങനെ ഓൾഡ് എക്യുപ്മെന്റുകളാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിന് വിൽപ്പനാനന്തര സേവനം ലഭ്യമല്ല. നെക്സ്റ്റ് പറയുന്നത് മെയിന്റനൻസ് ചാർജ് ഹൈ അല്ലേ. എന്താണ്? നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ചാർജ് ഹൈ ആയിരിക്കോ? കൂടുതലായിരിക്കും അല്ലെ. പുതിയ സാധനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന കോസ്റ്റ് ആയിരിക്കോ വരുന്നത്? ആണോ? പഴയ സാധനങ്ങൾ വാങ്ങുമ്പോൾ യൂസ്ഡ് ആയിട്ടുള്ള 2 വീലേഴ്സ്, യൂസ്ഡ് കാറുകളൊക്കെ വാങ്ങുമ്പോൾ പുതിയത് മേടിക്കുന്ന മെയിൻ്റെനൻസ് ചാർജ് തന്നെയായിരിക്കും നമുക്ക് വരുന്നത്. എപ്പോഴെപ്പോഴും റിപ്പയറിങ് വരും അല്ലേ? ആണോ? എന്താണ് നമ്മുടെ ലൈഫ് കണക്ട് ചെയ്തിട്ട് പറയും അല്ലെ. നമ്മൊരു യൂസ്ഡ് ആയിട്ടുള്ള ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ എപ്പോഴും റിപ്പയറിങ് വരില്ലേ മക്കളെ? എപ്പോഴും കംപ്ലൈന്റ് ആയിരിക്കും അല്ലേ? അപ്പൊ എന്താണ്? മെയിൻ്റെനൻസ് ചാർജ് കൂടുതലായിരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് ലീസിംഗ് ഓഫ് എക്യുപ്മെന്റ്. എക്യുപ്മെന്റുകൾ വാടകയ്ക്ക് എടുക്കാം അല്ലെ, വാടകയ്ക്ക് കൊടുത്തരും. അപ്പൊ അതിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കിയേ. ലീസിംഗ് ഈസ് എ പ്രോസസ് by which the right to handle an equipment changes but ownership doesn't changes. നമ്മളിപ്പോ റെന്റിന് ഒരു കാർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എന്തുമാത്രമാണ് നമ്മ ചേഞ്ച് ചെയ്യുന്നത്? ആ ഒരു കാറിന്റെ ഉപയോഗിക്കാനുള്ള അവസരം അല്ലെ, ആണോ? ഹാൻഡിൽ ചെയ്യാനുള്ള അവസരം മാത്രല്ലേ. അതിന്റെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? വാടകയ്ക്കൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്തു,
എന്താണ് നമുക്കത് യൂസ് ചെയ്യാനുള്ള അവകാശം മാത്രമാണ് അല്ലെ നമുക്ക് തരുന്നത്. അപ്പൊ എന്താണ് ലീസിംഗ് എന്ന് പറയുന്ന പ്രോസസ് ബൈ വിച്ച് ദ റൈറ്റ് ടു ഹാൻഡിൽ ആൻഡ് എക്യുപ്മെന്റ് ചേഞ്ചസ്. ഒരു ഉപകരണം കൈകാര്യം ചെയ്യാനുള്ള അവസരം മാത്രം മാറുന്ന ഒരു പ്രക്രിയയാണ് ലീസിംഗ്. ഓണർഷിപ്പ് ഡെസിന്റ് ചേഞ്ച് അല്ലെ, അതിന്റെ ഉടമസ്ഥാവകാശം മാറുന്നില്ല. ഓക്കെ ആണോ? ഇത് ആരൊക്കെ തമ്മിലുള്ള ഒരു പ്രവർത്തനമാണ്? ചോദിക്ക്. ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ലീസിംഗ് എന്താണ്? ക്വസ്റ്റ്യൻ വരുന്നതാണ്, അടയാളപ്പെടുത്താം കേട്ടോ. ലെസ്സറും ലെസ്സിയും തമ്മിലുള്ള അല്ലെ, ലെസ്സോയും ലെസ്സിയും തമ്മിലുള്ള ഒരു കൈമാറ്റമാണ് അല്ലെ ലീസിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബിറ്റ്വീൻ ലെസ്സോ person who gives equipment for lease. ആരാണോ എക്യുപ്മെന്റ് പാട്ടത്തിന് കൊടുക്കുന്നത് അല്ലെ, ലീസിന് കൊടുക്കുന്നത്, വാടകയ്ക്ക് കൊടുക്കുന്നത്, അതാണ് ലെസ്സോ. കൊടുക്കുന്ന ആള്. ലെസ്സി എന്ന് പറയുന്നത് ആരാണ്? പേഴ്സൺ who acquire a particular item. ആരാണോ പാട്ടത്തിന് വാങ്ങുന്നത് അല്ലെ, അവരാണ് വാങ്ങുന്നയാള്, അയാളാണ് ലെസ്സി. ക്വസ്റ്റ്യൻ വരുന്നതാണ്, അടയാളപ്പെടുത്താം. ലീസിംഗ് അടയാളപ്പെടുത്താം. ആരൊക്കെ തമ്മിലുള്ള? ലെസ്സോ ആരാണ്? ലെസ്സി ആരാണ് അല്ലെ, അടയാളപ്പെടുത്താം കേട്ടോ. ലെസ്സോ എന്ന് പറഞ്ഞാൽ ആരാ? പേഴ്സൺ ഹു ഗിവ്സ് എക്യുപ്മെന്റ് ഫോർ ലീസ്. ലീസിന് ആ ഒരു എക്യുപ്മെന്റ് ആരാണോ വാടകയ്ക്ക് കൊടുക്കുന്നത് അയാളാണ് ലെസ്സോ. ആരാണ് വാടകയ്ക്ക് വാങ്ങുന്നത്? അയാളാണ് ലെസ്സി. നെക്സ്റ്റ് പറയുന്നത് ലീസിംഗ് ഈസ് ഡൺ ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട്സ് അല്ലെ, നമുക്ക് ഫണ്ടിന്റെ അഭാവത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലീസിങ്ങിന് വാങ്ങുന്നുണ്ട് അല്ലെ. വാടകയ്ക്ക് വാങ്ങുമല്ലോ, പാട്ടത്തിന് വാങ്ങും. നമ്മൾ വീട് എപ്പോഴൊക്കെയാണ് വാടകയ്ക്ക് എടുക്കുന്നത്? നമുക്ക് സ്വന്തമായിട്ട് വാങ്ങാൻ കഴിവില്ലാത്ത സമയത്ത് അല്ലെ. അതല്ലെങ്കിലേ ആണോ? പിന്നെന്താണ്? അപ്പൊ എക്യുപ്മെന്റുകൾ നമ്മൾ എപ്പോഴൊക്കെയാണ് വാടകയ്ക്ക് മേടിക്കുന്നത്? Leasing is done due to lack of funds. ഫണ്ടിന്റെ അഭാവത്തില്, അതല്ലെങ്കിൽ ഫോർ ഡൂയിങ് എക്സ്പെരിമെന്റ് അല്ലെ, ടെസ്റ്റ് റണ്ണിന് വേണ്ടിയിട്ട്, ഒരു പരീക്ഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ്, ആസ് പെർ ദ ഡ്യൂറേഷൻ ഫോർ വിച്ച് ദ എക്യുപ്മെന്റ് ഈസ് നീഡഡ് അല്ലെ, ആ ഒരു എക്യുപ്മെന്റിന്റെ ആവശ്യം, നീഡ് ുള്ള ആ ഒരു ഡ്യൂറേഷന്റെ അടിസ്ഥാനത്തിൽ. ഇപ്പൊ നമ്മളൊരു പുതിയ വലിയൊരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഒക്കെയാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് കുറെ സമയം എടുക്കാലോ അല്ലേ അത് ലഭിക്കാൻ അല്ലേ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാല് ആസ് പെർ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിന് ആവശ്യമായി വരുന്ന ആ ഒരു എക്യുപ്മെന്റ് ആവശ്യമായിട്ടുള്ള കാലയളവ്. ഇപ്പൊ പണ്ടൊക്കെ കല്യാണ വീടുകളില് ജനറേറ്റർ അല്ലെ, കറണ്ടൊക്കെ പോയാൽ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജനറേറ്റർ റെന്റിന് എടുക്കാനുണ്ട് അല്ലെ, കണ്ടിട്ടുണ്ടോ അതൊക്കെ? അപ്പൊ അവർക്ക് എന്താണ്, ആ ഒരു ജനറേറ്റർ ആ ഒരു കുറച്ച് സമയത്തേക്ക് മാത്രം മതിയില്ലേ, അതിന്റെ ഡ്യൂറേഷൻ കുറച്ച് സമയത്തേക്ക് മാത്രമാണ് അല്ലേ അല്ലേ. അപ്പൊ എന്താണ്, ഒരു എക്യുപ്മെന്റിന്റെ അവർക്ക് ആവശ്യമായി വരുന്ന ആ ഒരു എക്യുപ്മെന്റിന്റെ കാലയളവ്, ആ ഒരു സമയം എന്ന് പറയുന്നത് കുറച്ച് സമയത്തേക്ക് മാത്രം ആവശ്യമായി വരുമ്പോൾ അവർ റെന്റിന് എടുക്കുന്നു. നെക്സ്റ്റ്, ഓർ വെൻ ദ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഈസ് അവൈലബിൾ ഓൺലി ഓൺ ലീസ് അല്ലെ. ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്താണ്? ക്യാപിറ്റൽ എക്യുപ്മെന്റ് നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, ലീഡ് ടൈം കൂടുതലായിരിക്കും, നെഗോസിയേഷൻ കൂടുതലായിരിക്കും, എക്സ്പെൻസ് കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ അവരെന്താണ്, ഇങ്ങനെയൊക്കെ കുറച്ച് സമയത്തേക്കൊക്കെ ആവശ്യമായി വരുമ്പോൾ, അല്ലെങ്കിൽ ലീഡ് ടൈം ഒക്കെ കൂടുതലായി വരുമ്പോൾ ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് അവർ എങ്ങനെ എടുക്കുന്നു? ലീസിന് വാങ്ങുന്നു. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ?
ഫണ്ടിന്റെ അഭാവത്തില്. പിന്നെ എന്താണ് എക്സ്പെരിമെന്റ് അല്ലെ, അവർക്ക് എക്സ്പെരിമെന്റ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ആ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് അവർക്ക് ആവശ്യമായി വരുന്ന ആ ഒരു കാലയളവ് കുറഞ്ഞ സമയത്തേക്ക് മാത്രമുള്ളെങ്കിൽ, അതല്ലെങ്കിൽ ഒരുപാട് ലീഡ് ടൈം ഒക്കെ ആവശ്യമായി വരുമ്പോഴൊക്കെയാണ് അവർ ഈ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റുകൾ അവർ എന്തിനു വേണ്ടിയിട്ട് ലീസിങ്ങിന് എടുക്കുന്നത്. നെക്സ്റ്റ് പറയേണ്ടത് അഡ്വാൻറ്റേജ് ഓഫ് ലീസിംഗ്. ലീസിംഗിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? നമ്മ ആദ്യം ഏതാണ് പഠിച്ചത്? ഓക്കെ, അഡ്വാൻറ്റേജ് നോക്കാം കേട്ടോ. സ്മോൾ ഇനീഷ്യൽ ഔട്ട്ലേ ഇസ് റിക്വയർഡ്. റിസ്ക് ഓഫ് ഒബ്സൊലസൻസ് ഈസ് lessened. Maintenance can be done by both the lessor and lessee, and procurement of the equipment lead time is lessened. എന്താണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടി വരുന്ന ആ ഒരു സമയം? സ്മോൾ ഇനീഷ്യൽ ഔട്ട്ലേ ഈസ് റിക്വയർഡ്. ഔട്ട്ലേ എന്ന് പറയുന്നത് an amount of money spent on something. നമ്മൾ ഒരു സാധനം വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ ചെലവാക്കുന്ന ആ ഒരു മുതൽ മുടക്ക് അല്ലെ, അതാണ് ഔട്ട്ലേ. ഒരു സാധനം നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി ചെലവാക്കുന്ന ആ ഒരു മുതൽ മുടക്ക്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയായിരിക്കും? ലീസിംഗില് കുറവായിരിക്കോ? സ്മോൾ ഇനീഷ്യൽ. ഇപ്പൊ നമുക്കൊരു സ്വിഫ്റ്റ് നമുക്കിപ്പോ വാങ്ങണമെങ്കിൽ എത്ര രൂപ വേണ്ടി വരും? പുതിയതായിട്ട് എടുക്കണമെങ്കിൽ ഒരു 8 ലക്ഷം രൂപ അല്ലെ വേണ്ടി വരും. പക്ഷെ നമ്മ അത് ലീസിങ്ങിന് എടുക്കുമ്പോൾ നമുക്ക് എത്ര വേണ്ടി വരുന്നുള്ളൂ? അത് നമ്മൾ ലീസിന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു 8 ലക്ഷം രൂപ വേണ്ടി വരുന്നുണ്ടോ? പട്ടത്തിന് എടുക്കുമ്പോൾ, വാടകയ്ക്ക് എടുക്കുമ്പോൾ ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് ചെലവാകുന്ന ആ ഒരു മുതൽ മുടക്ക് കുറച്ചല്ലേ വരുന്നുള്ളൂ അല്ലേ? നമുക്ക് വേണ്ടി വരുന്ന ആ ഒരു മുതൽ മുടക്ക് കുറച്ചല്ലേ? അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് അല്ലേ? അതൊരു അഡ്വാൻറ്റേജ് അല്ലേ? നെക്സ്റ്റ് പറയുന്നത് റിസ്ക് ഓഫ് ഒബ്സൊലസൻസ് ഈസ് lessened. ഒബ്സൊലസൻസ് എന്ന് പറഞ്ഞാല് കാലഹരണപ്പെടല്. ഇപ്പൊ നമുക്കറിയാം വിപണിയില് അല്ലെ എന്താണ് ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നുണ്ട്, ഫാഷൻ മാറുന്നുണ്ട് അല്ലെ. ഫാഷൻ ഒക്കെ മാറി മാറി വരുന്നുണ്ടോ? ടെക്നോളജീസ് മാറുന്നുണ്ട് അല്ലെ, പുതിയ പുതിയ മോഡലുകൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരു സാധനം നമ്മ വാങ്ങിച്ചു കഴിഞ്ഞ് അതിന്റെ മോഡൽ മാറിക്കഴിഞ്ഞാല് നമ്മ വാങ്ങിച്ച എത്രയൊക്കെ പൈസ കിട്ടും നമുക്ക്? ഇല്ല അല്ലെ. ഔട്ട്ഡേറ്റഡ് ഒക്കെ ആയി പോയി കഴിഞ്ഞാല് നമുക്കത് പിന്നെ വിൽക്കാനും പറ്റില്ല അല്ലെ. ഔട്ട്ഡേറ്റഡ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്കത് വിൽക്കാനും പറ്റോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് റിസ്ക് ഓഫ് ഒബ്സൊലസൻസ് ഈസ് lessened അല്ലെ. ഇങ്ങനെ കാലഹരണപ്പെടൽ അല്ലെ, മോഡൽ മാറാം, ഔട്ട്ഡേറ്റഡ് ആയി പോവാ അല്ലെ, നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റാ അല്ലെ, പറ്റാതെ വരിക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാനോ ലീസിന് എടുക്കുമ്പോൾ നമുക്ക് ബാധിക്കുന്നുണ്ടോ? മോഡൽ മാറിയാല് ഔട്ട്ഡേറ്റഡ് ഇതൊക്കെ ചോദിക്കും കേട്ടോ. ഔട്ട്ലേ ചോദിക്കും, ഒബ്സൊലസൻസ് നെക്സ്റ്റ് പറയുന്നുണ്ട്, അതൊക്കെ ചോദിക്കും കേട്ടോ. ഒബ്സൊലസൻസ് the process of becoming an outdated or old fashioned and no longer used. ഒബ്സൊലസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു പ്രക്രിയയാണ് അല്ലെ. എന്ത് പ്രക്രിയ? അതിന്റെ ഡേറ്റ് കഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ അത് ഓൾഡ് ഫാഷൻ ആയി പോവുക, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഉപയോഗിക്കാൻ നോ ലോങ്ങർ യൂസ്ഡ് അല്ലെ, നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റാതാവുക. അപ്പൊ അതിനൊക്കെയാണ് ഒബ്സൊലസൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഒബ്സൊലസൻസ് നമുക്ക് കുറയ്ക്കാലോ. അതുകൊണ്ടുള്ള അപകടം, ഇപ്പൊ നമ്മ ഒരു പുതിയ സാധനം വാങ്ങിച്ചു, ഒരുപാട് പൈസ കൊടുത്ത് ഒരു പുതിയ സാധനം വാങ്ങിച്ചു, അപ്പൊ അതിന്റെ മോഡൽ മാറിപ്പോയി കഴിഞ്ഞാല് നഷ്ടം ആർക്കാണ്? നമുക്കാണ് അല്ലെ. അല്ലെ, നമുക്കാണോ? പക്ഷെ നമ്മൾ ലീസിന് എടുക്കാണ്, ലീസിന് എടുത്തിട്ട് അതിന്റെ മോഡൽ മാറി അല്ലെങ്കിൽ അത് ഔട്ട്ഡേറ്റഡ് ആയി പോയി കഴിഞ്ഞാല് നമുക്ക് വല്ല റിസ്ക് ഉണ്ടോ? ലീസിന് എടുത്താൽ നമുക്ക് വല്ല റിസ്ക് ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്? അങ്ങനെയുള്ള ഒബ്സൊലസൻസിന്റെ റിസ്ക് കുറയ്ക്കാൻ അല്ലെ, അപകടങ്ങളെ കുറയ്ക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് മെയിന്റനൻസ് ക്യാൻ ബി ഡൺ ബൈ ബോത്ത് ലെസ്സർ ആൻഡ് ലെസ്സി. എന്താണ് അതിന് വരുന്ന ആ ഒരു മെയിന്റനൻസ് രണ്ടുപേരും ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് തന്നിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ വന്നാലും നമ്മൾ ചെയ്യും അല്ലെ. തിരിച്ചു കൊടുക്കുമ്പോൾ അത് അവർ റിപ്പയർ ഒക്കെ ചെയ്ത് മെയിന്റനൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണോ തിരിച്ചു തരുന്നത്? ആണോ? അല്ലെ, രണ്ടുപേരും ചെയ്യുന്നുണ്ട് അല്ലെ.
രണ്ടുപേരും നമ്മ മാത്രമാണോ ചെയ്യുന്നത്? അവരും ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ചെയ്യുന്നുണ്ട് അല്ലെ? ലെസ്സറും ലെസ്സോയും ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രിപ്പയർമെന്റ് ഓഫ് ദി എക്യുപ്മെന്റ് ലീഡ് ടൈം ഇസ് ലെസ് ഉണ്ട് അല്ലെ? ലെസ് ഉണ്ട്. നമുക്ക് ആ ഒരു സാധനം വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി വരുന്ന ആ ഒരു കാലയളവ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അല്ലെ? നമുക്കിപ്പോ ഒരു ലേലക്കാരന്റെ അടുത്ത് അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് നമ്മൾ എഗ്രിമെന്റ് ഒക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ കിട്ടില്ലേ സാധനം? അപ്പൊ തന്നെ കിട്ടില്ലേ? കിട്ടും അല്ലെ? അപ്പൊ എന്താണ് ആ ഒരു പ്രൊക്യൂർമെന്റ് ഓഫ് ദി എക്യുപ്മെന്റ് നമുക്ക് കിട്ടാൻ എടുക്കുന്ന ആ ഒരു ലീഡ് ടൈം എന്ന് പറയുന്നത് കുറവായിരിക്കും. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ഔട്ട്ലേ വരുന്നതാണ്, ഒബ്സലസൻസ് ചോദിക്കുന്നതാണ്, അടയാളപ്പെടുത്താം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് അഡ്വാൻറ്റേജ് ആണ് പറഞ്ഞത്. ഡിസ്അഡ്വാൻറ്റേജ് എന്താണ് ഒന്ന് പറഞ്ഞേ? ഡിസ്അഡ്വാൻറ്റേജ് അപ്പൊ എന്തായിരിക്കാം? He is the lesser who control the equipment അല്ലേ? ആരാണ്? He is the lesser അല്ലേ? ലെസ്സർ ആയിരിക്കും, ലെസ്സോ ആയിരിക്കും അല്ലേ? അത് കൺട്രോൾ ചെയ്യുന്നത് ഓയാണ് കേട്ടാ. ഓയാണ് എഴുതിയിരിക്കുന്നത്. LESSOR എന്നാണോ നിങ്ങളുടെ ഇതില്? ER ആണ് കിടക്കുന്നത്. OR ആണോ? അല്ല, ER ആണ് അല്ലെ? കറക്റ്റ് ചെയ്യാം കേട്ടോ. OR ആണ്. അത് ഓണർ ആയിരിക്കും അല്ലെ? അത് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കാണാറുണ്ട് ചില വീടൊക്കെ വാടക കൊടുത്തു കഴിഞ്ഞാലും അല്ലെ, അവര് ആഴ്ചയിൽ വന്ന് നോക്കി കണ്ട് അവിടെ താമസിക്കുന്നവരിങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവിടെ ഇങ്ങനെ ചെയ്യുന്നില്ല, ഇവിടെ ഇങ്ങനെ ചെയ്യുന്നില്ല, മെയിൻറ്റെയിൻസ് ചെയ്തിട്ടില്ല, ക്ലീനിങ് നടക്കുന്നില്ല അല്ലെ, ശരിയായ രീതിയിൽ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ വന്ന് ബഹളം ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ അതെന്താണ്? ലെസ്സോ ആണ് അല്ലെ? അതിന്റെ ഓണർ ആയിരിക്കും ആ ഒരു എക്യുപ്മെന്റുകള് കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ആ ഒരു ഇതില് മൊത്തം കംപ്ലൈന്റ് ആണ് കേട്ടോ. OR തന്നെയാണ് കേട്ടോ. ലെസ്സോ ഹാസ് ദ അക്സസ് ടു ദി എക്യുപ്മെന്റ് ഇൻസ്പെക്ഷൻ അല്ലെ? ആ ഒരു എക്യുപ്മെന്റുകള് പരിശോധന നടത്താനുള്ള അവകാശം അത് വിലയിരുത്തുന്നത് ആരാണ്? ലെസ്സോ ആണ് അല്ലെ? ലെസ്സിയാണോ ഇൻസ്പെക്ഷൻ നടത്തുന്നത്? ഓണർ ആണ് അല്ലെ? പരിശോധന നടത്തുന്നതും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടോ അല്ലെ, എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ അല്ലെ, ലെസ്സോ ആണ് എന്ത് അതിന്റെ എക്യുപ്മെന്റിന്റെ ഇൻസ്പെക്ഷൻ നടത്തുന്നത്. നെക്സ്റ്റ് പറയുന്നത് ലെസ്സോ ഹാസ് ദ റൈറ്റ് ടു സീസ് ദ ലീസ് പീരീഡ് അല്ലെ? ആ ഒരു ലീസ് പീരീഡ് നിർത്താനുള്ള അവകാശം ആർക്കുണ്ട്? ഓണർക്കുണ്ടോ? ഇല്ലേ? ഓണർക്കില്ലേ? അപ്പൊ അതൊക്കെ എന്താണ്? ഡിസ്അഡ്വാൻറ്റേജ് ആണ് അല്ലെ? അവര് കൊടുത്ത എക്യുപ്മെന്റുകൾ, അവര് വാടക കൊടുത്ത എക്യുപ്മെന്റുകള് ആ ഉടമസ്ഥര് വന്ന് എന്താണ് നോക്കുക അല്ലെ, അതിന്റെ പ്രവർത്തനങ്ങൾ വന്ന് നിയന്ത്രിക്കുക. പിന്നെ എന്താണ് അത് ഇടക്കിടക്ക് വന്ന് ഇൻസ്പെക്ഷൻ നടത്തുക അല്ലെ, പിന്നെ അതിന്റെ ആ ഒരു ലീസ് പീരീഡ് അവര് നിർത്തലാക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ ഒരു ലീസിംഗ് കൊണ്ടുള്ള ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലില് 2 സെക്ഷനില് നമ്മളിവിടെ പറഞ്ഞു അല്ലെ, എന്താണ് ലെസ്സോ ആണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെ, ലെസ്സോ ആണ് എക്യുപ്മെന്റുകൾ ഇൻസ്പെക്ഷൻ നടത്തുന്നത് അല്ലെ. അപ്പൊ മൊത്തം അവിടെ അവകാശം ആർക്കാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്? ലെസ്സോക്കാണ് അല്ലെ? ആണോ? പക്ഷേ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് ഇൻസിനറേറ്ററിലും ലോണ്ടറി സർവീസുകളിലും ഈ നമ്മുടെ ലെസ്സോക്കും ലെസ്സിക്കും ഒരുപോലെയുള്ള അവകാശങ്ങളാണ് വരുന്നത്. ഷെയർഡ് സർവീസസ് ആണ് അവർക്ക് 2 പേർക്കും നൽകുന്നത്. ഒരാൾക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നില്ല. ഓക്കെ ആണോ? Shared services are done in case of hospital waste management, incinerator and laundry services, washing machine. അപ്പൊ ആ 2 ഏരിയാസിലും എന്താണ് നമ്മുടെ ലെസ്സോക്കും ലെസ്സിയോക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങൾ, തുല്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്
നൽകുന്നത്. അത് രണ്ടും ഷെയർഡ് സർവീസസ് ആണ്. ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ, ഒന്ന് വായിച്ചു നോക്കിയേ. മിസ് ഇത്രയും പറഞ്ഞത് ഒന്ന് വായിച്ചു നോക്കിയേ പെട്ടെന്ന്, എന്നിട്ട് അടുത്തെടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് എടുക്കാം കേട്ടോ. ഇതൊക്കെ കേട്ടില്ലേ? ഇവിടെ എന്താണ് he is the lessor who controls the equipment. അവിടെ ഓഫ് ആക്കുക. Lessor has the access to the equipment inspection. അവിടെ ഓഫ് ആക്കുക. Lessor has the right to cease the lease period. അല്ലേ? അവിടെ മൂവ് ആക്കുക കേട്ടോ. കറക്റ്റ് ചെയ്തോ അതൊക്കെ? കറക്റ്റ് ചെയ്തോ? ഓക്കെ. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, വായിച്ചു നോക്കിയോ? ഓക്കെ ആയോ? കുഴപ്പമില്ലല്ലോ. നെക്സ്റ്റ് എടുക്കാലോ. സെലക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് ദ എക്യുപ്മെന്റ്. അല്ലെ? ഒരു എക്യുപ്മെന്റ് നമ്മ തിരഞ്ഞെടുക്കുമ്പോഴും അത് പ്രൊക്യൂർമെന്റ് അല്ലെ സംഭരിക്കുമ്പോൾ നമ്മൾ അത് സ്റ്റോർ ചെയ്യുമ്പോഴും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? ഫസ്റ്റ് പറയുന്നത് select according to need or recommendation. അല്ലെ? നമ്മ വാങ്ങുന്ന അല്ലെങ്കിൽ നമ്മ പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മ സംഭരിച്ചു വെക്കുന്ന ആ ഒരു എക്യുപ്മെന്റ് നമുക്ക് എന്ത് വേണം? ആവശ്യം വേണം അല്ലെ? നീഡ് വേണം അല്ലെ? ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യണോ? വലിയ പൈസ കൊടുത്ത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ പർച്ചേസ് ചെയ്യണോ? വേണ്ട അല്ലെ? അപ്പൊ അതെന്താണ്? നമുക്ക് ആവശ്യം വേണം. അതല്ലെങ്കിൽ എന്താണ്? യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റെക്കമെൻഡേഷൻ വരണം അല്ലെ? ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് ആ ഒരു സാധനം ആവശ്യമായി വന്നിട്ടുണ്ട് അല്ലെ? ശുപാർശ ഉണ്ടാകണം അല്ലെ? ആണോ? എന്താണ്? ഒന്നില്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു എക്യുപ്മെന്റിന് ആ ഒരു ഹോസ്പിറ്റലില് ആവശ്യം വേണം. അതല്ലെങ്കിൽ യൂസർ ഡിപ്പാർട്ട്മെന്റ് ഏത് സെക്ഷനിലേക്കാണോ ആ ഒരു എക്യുപ്മെന്റ് വേണമെന്ന് റെക്കമെൻഡേഷൻ ഉണ്ടാകണം. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് take into account the effect of after sale service or industrial availability. അല്ലെ? എന്താണ്? വിൽപ്പനാനന്തര സേവനം അല്ലെ? നമുക്കൊരു സാധനം ഒരാള് വിൽപ്പന നടത്തിയതിനു ശേഷം വാങ്ങുന്ന ആൾക്ക് കുറച്ച് സർവീസുകൾ ഓഫർ ചെയ്യുന്നുണ്ട് അല്ലെ? സെയിൽസ് സർവീസ് ഓഫർ ചെയ്യുന്നുണ്ട് അല്ലെ? വാറണ്ടി, ഗ്യാരണ്ടി അല്ലെ? സ്പെയർസിന്റെ അവൈലബിലിറ്റി ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ടോ? അല്ലെ? ചില വാഷിംഗ് മെഷീൻ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാല് 2 വർഷത്തേക്ക് അല്ലെ സ്പെയർസ് അവര് തന്നെ കൊടുക്കുന്നൊക്കെ പറയാറില്ലേ? മാറ്റിയിടും എന്നൊക്കെ പറയാറില്ലേ? 2 വർഷത്തേക്ക് എന്ത് കംപ്ലൈന്റ് വന്നാലും അവര് തന്നെ കൊണ്ടുവന്ന് റിപ്പയർ ചെയ്തിടും അല്ലെ? ആ സർവീസ് അല്ലെ? അപ്പൊ എന്താണ്? ടേക്ക് ഇൻടു അക്കൗണ്ട് എഫക്ട് ഓഫ് ആഫ്റ്റർ അല്ലെ? എന്താണ്? വിൽപ്പനാനന്തര സേവനം, അതായത് വിൽപ്പന നടത്തിയതിന് ശേഷമുള്ള കാര്യങ്ങള്, സെയിൽസ് സർവീസ്, സ്പെയർസിന്റെ അവൈലബിലിറ്റി. നെക്സ്റ്റ് എന്താണ്? ഇൻസ്റ്റലേഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് കാലിബ്രേഷൻ അല്ലെ? നമ്മൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഒരു സ്ഥലം വേണം അല്ലെ? പ്രോപ്പറായ രീതിയിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണ്ടേ? എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതിയോ? AC ആണെങ്കിൽ നമ്മ അത് മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ എന്ത് ചെയ്യണം? ചിലപ്പോ അവിടെ പുതിയ സ്വിച്ച് വെക്കേണ്ടി വരും അല്ലെ? അതിനാവശ്യമായിട്ടുള്ള പവർ സപ്ലൈ നമുക്ക് വീണ്ടും അത് ചെയ്യേണ്ടി വരും അല്ലെ? ആണോ? അല്ലെ? അപ്പൊ എന്താണ്? ആ ഒരു എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റലേഷൻസ്, ഓപ്പറേഷൻസ്, കാലിബ്രേഷൻ അല്ലെ? അതിന്റെ പ്രവർത്തനം, ആക്യുറസി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മ ഒത്തു നോക്കണോ? നമുക്ക് അല്ലെ വാങ്ങിച്ചു കഴിഞ്ഞാല് അത് ശരിക്കും ഉചിതമാകുമോ അല്ലെ? നമുക്ക് പ്രോപ്പറായ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ അല്ലെ? അതിന് എത്രത്തോളം ആക്യുറസി ഉണ്ട്, കൃത്യതയുണ്ട് അല്ലെ? കാലിബ്രേഷൻ ഉണ്ട് അല്ലെ?
അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണോ? നോക്കണോ? വേണ്ടേ? വേണം അല്ലേ? പിന്നെ എന്താണ് അത്? പുതിയൊരു സാധനം, പുതിയൊരു ഫെസിലിറ്റി ആണ്, അല്ലെങ്കിൽ പുതിയൊരു എക്യുപ്മെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അതിനുവേണ്ടി ട്രെയിനിങ് കൊടുക്കണോ? അതെങ്ങനെ പ്രവർത്തിപ്പിക്കണം അല്ലേ? നമ്മൾ അങ്ങനെ ഉപയോഗിക്കണം, യൂസ് ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു ട്രെയിനിങ് കൊടുക്കണ്ടേ? ടെസ്റ്റ് റൺ നടത്തണം അല്ലെ? ടെസ്റ്റിംഗ് നടത്തണ്ടേ? ടെസ്റ്റ് റൺ നടത്തണ്ടേ? നമ്മ പുതിയ കാറൊക്കെ വാങ്ങിക്കാൻ ഷോറൂമിൽ പോകുമ്പോൾ ടെസ്റ്റ് റൺ നടത്താറുണ്ടോ? പുതിയ കാറ് വാങ്ങിക്കാൻ ഷോറൂമിൽ പോവാണ്, വെറുതെ വാങ്ങിക്കോ? ടെസ്റ്റ് റൺ നടത്തട്ടെ എന്ന് പറയില്ലേ? ബോയ്സ് ഒക്കെ ആണെങ്കിൽ ഒന്ന് ഓടിച്ചു നോക്കട്ടെ എന്ന് പറയാറുണ്ടോ? എന്നിട്ടല്ലേ വാങ്ങാറുള്ളൂ? അപ്പൊ എന്താണ്? ടെസ്റ്റിംഗ് നടത്താതെ വാങ്ങിക്കാൻ പോകുന്ന ഏതൊരു എക്യുപ്മെന്റ് ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ സംഭരിക്കാൻ പോകുന്ന ഏതൊരു എക്യുപ്മെന്റ് ആണെങ്കിലും അതിന് നമ്മുടെ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കണം. ആ ഒരു എക്യുപ്മെന്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യണം അല്ലെ? പരിശോധിക്കണം. പിന്നെ എന്താണ്? മാനുഫാക്ചറേഴ്സ് ഓഫ് മാനുവൽ അവൈലബിലിറ്റി അല്ലെ? നിർമ്മാതാവിന്റെ അവൈലബിലിറ്റി. ഇപ്പൊ നമ്മളൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാല് അത് നന്നാക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അറിവുള്ളവർക്ക് മാത്രമല്ലേ അത് നമുക്ക് റിപ്പയർ ചെയ്ത് തരാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ തന്നെ പറയാറുണ്ട്, മെർസിഡസ് ബെൻസ് ഒക്കെ മേടിച്ചു കഴിഞ്ഞാല് നമുക്ക് എല്ലാം ഓട്ടോമൊബൈൽ ഗ്യാരേജിലും കൊണ്ടുപോയി നന്നാക്കാൻ പറ്റുമോ? ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിലും കൊണ്ടുപോയി നന്നാക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? ആ ഒരു മെർസിഡസ് ബെൻസ് നന്നാക്കുന്ന ആ ഒരു സ്ഥലത്ത് മാത്രം കൊണ്ടുപോയി അല്ലെ? അതുമായി ബന്ധപ്പെട്ട അറിവുള്ളവർക്ക് മാത്രമല്ലേ അതിന്റെ ഷോറൂമില്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അറിവുള്ളവർക്ക് മാത്രമല്ലേ അത് നമുക്ക് നന്നാക്കി തരാൻ പറ്റുള്ളൂ. അതേപോലെ എന്താണ്? ആ ഒരു എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട നിർമ്മാതാക്കളുടെ ലഭ്യത ഉണ്ടോ എന്ന് കൂടി ഉറപ്പാക്കുക. ഓക്കെ ആണോ? ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണോ? എന്താ ഒരു എക്യുപ്മെന്റ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും അത് നമ്മൾ സംഭരിക്കുമ്പോഴും സൂക്ഷിക്കുമ്പോഴും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതെന്താണ്? നമുക്ക് ആവശ്യമുണ്ടോ അല്ലെ? അല്ലെങ്കിൽ യൂസർ ഡിപ്പാർട്ട്മെന്റിന് അത് അങ്ങനെ ഒരു എക്യുപ്മെന്റിന്റെ ആവശ്യകത അല്ലെ, റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. കൂടാതെ എന്താണ്? ആ ഒരു എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിൽപ്പനാനന്തര സേവനങ്ങൾ അവർ നൽകുന്നുണ്ട് എന്ന കാര്യങ്ങള് നോക്കുക. പിന്നെ എന്താണ്? ആ ഒരു എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റലേഷൻസ്, അതിന്റെ ആ ഒരു എക്യുപ്മെന്റിന്റെ പ്രവർത്തനം, അതിന്റെ കാലിബ്രേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തുക. നെക്സ്റ്റ് പറയുന്നത് എക്യുപ്മെന്റുമായി പുതിയ എക്യുപ്മെന്റുകളൊക്കെ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്ങും ടെസ്റ്റിംഗും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ഒരു എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട് അതിന്റെ നിർമ്മാതാക്കളുടെ ലഭ്യത ഉണ്ടോ എന്ന് കൂടി ഉറപ്പുവരുത്തുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ അധികാരവും അവരുടെ ഉത്തരവാദിത്വങ്ങളും, നമ്മുടെ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് അവരുടെ അധികാരവും അവരുടെ ഉത്തരവാദിത്വങ്ങളും എന്തൊക്കെയാണ്? ഫസ്റ്റ് പറയുന്നത് അതോറിറ്റി ടു കമ്മിറ്റ് ദ ഫണ്ട്സ് ഓഫ് ദി ഹോസ്പിറ്റൽ ഫോർ ദി പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് അല്ലെ? ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന സേവനങ്ങളുടെയും ചരക്കുകളുടെയും സംഭരണത്തിനായി, പ്രൊക്യൂർമെന്റിനായി എന്ത് ആശുപത്രിയുടെ ഫണ്ട് നൽകാനുള്ള അധികാരമായിട്ടാണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ് അല്ലെ? പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് ആ ഒരു പർച്ചേസിംഗിന്റെ ഫണ്ട് നൽകാനുള്ള അധികാരം നമുക്ക് ഗുഡ്സുകള് സേവനങ്ങള് സംഭരിക്കുന്നതിനുള്ള ആശുപത്രിയുടെ ഫണ്ട് നൽകാനുള്ള അധികാരമാർക്കാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ്. അതല്ലാണ്ട് ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ കൊണ്ടുപോയി ആ ഒരു ഫണ്ട് വിനിയോഗിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? അത് ആർക്കാണ് ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്നത്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ് അല്ലെ?
നെക്സ്റ്റ് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ടു ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് വെൻ ജസ്റ്റിഫൈഡ് അല്ലെ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യം അല്ലെ, നമ്മ പറഞ്ഞു ആർക്കാണ് നമ്മ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കൊടുക്കുന്നത്? യൂസർ ഡിപ്പാർട്ട്മെന്റുകൾക്കാണ് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിലുള്ള മറ്റു ഡിപ്പാർട്ട്മെന്റുകളാണ് അല്ലെ, മറ്റു ഡിപ്പാർട്ട്മെന്റുകൾക്കല്ലേ. ഡയാലിസിസിന്, ലബോറട്ടറിയിലേക്ക്, ഇൻപേഷ്യന്റിന്, ഔട്ട് പേഷ്യന്റിന്, ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് അല്ലെ. അപ്പൊ ഡിപ്പാർട്ട്മെന്റുകളുടെ ആവശ്യം ന്യായമാണെങ്കിൽ അത് നിറവേറ്റി കൊടുക്കാനുള്ള അവകാശം ആർക്കാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് അല്ലെ. ഡിപ്പാർട്ട്മെന്റുകളുടെ ആവശ്യം ന്യായമാണെങ്കിൽ, അവരാവശ്യമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അത് അവർ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കണോ? തൃപ്തിപ്പെടുത്തി കൊടുക്കണോ? വേണ്ട അല്ലെ. നമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ പാരന്റ്സ് നിറവേറ്റി തരാറുണ്ടോ? എല്ലാ കാര്യങ്ങളും തരാറുണ്ടോ? ഇല്ല. ന്യായമാണെങ്കിൽ അല്ലെ, ന്യായമാണെങ്കിൽ അല്ലെ, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലെ, ആവശ്യമുണ്ട് എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അല്ലെ. അതേപോലെ എന്താണ് യൂസർ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ആവശ്യമുള്ളത് മാത്രം അല്ലെ. അതേപോലെ എന്താണ് മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ പറയുന്ന ആവശ്യങ്ങള് ന്യായമാണെങ്കിൽ അത് നിറവേറ്റി കൊടുക്കാനുള്ള അവകാശം ആർക്കാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ഫോർ ഇവാലുവേഷൻ ഓഫ് സ്പെസിഫിക്കേഷൻസ് ആൻഡ് ഇഫ് incomplete or incorrect has the authority to challenge specifications അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യാണ്, ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സേവനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുഡ്സുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആ പർച്ചേസ് ചെയ്യുന്ന സപ്ലയേഴ്സ് എന്ത് കുറച്ച് ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ, സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. സവിശേഷതകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ നമ്മുടെ സപ്ലയേഴ്സ് പറയുന്ന സ്പെസിഫിക്കേഷൻസ് മുഴുവനായിട്ടുള്ള ഇൻകംപ്ലീറ്റ് ആണ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് തെറ്റിക്കഴിയുമ്പോൾ അവര് പറഞ്ഞിട്ടുള്ള സ്പെസിഫിക്കേഷൻസോ ഫീച്ചേഴ്സോ ഒന്നും ഇല്ലെങ്കിൽ എന്താണ് അവരെ വെല്ലുവിളിക്കാനുള്ള അവകാശം, അതായത് അവരെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട് അല്ലെ. അല്ലേ നിങ്ങൾ പറഞ്ഞത് അല്ലെ, നിങ്ങൾ പറഞ്ഞ സാധനത്തിന് ഇന്ന ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്, അത് ഒന്നും മുഴുവനായിട്ടില്ല എന്ന് പറഞ്ഞ അവരെ ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ലേ? സപ്ലയേഴ്സിന്, വെൻഡേഴ്സിന് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഉണ്ടോ? അല്ലേ? നമ്മൊരു കടയിൽ പോയിട്ട് എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്ത്, അപ്പൊ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് അവർ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വാഷിംഗ് മെഷീൻ ആണ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് തോന്നാണ് അവര് പറഞ്ഞ ഒരു പ്രത്യേകതയും അതിനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ തിരിച്ചു അവരെ ചോദ്യം ചെയ്യോ? അവരോട് ചൂടാവൂല്ലേ? സ്വാഭാവികമാണത്. ചൂടാവോ? അതോ കിട്ടിയത് വെച്ചിരിക്കോ? ഷുവറാണ് അല്ലെ. അതേപോലെ എന്താണ് ആ ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് സപ്ലയേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് ഒന്നും മുഴുവനായിട്ടില്ല അല്ലെങ്കിൽ തെറ്റായിട്ടാണ് നമുക്ക് കിട്ടിയപ്പോൾ എന്ന് മനസ്സിലാകുമ്പോൾ സപ്ലയേഴ്സിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ടു ഇന്റർവ്യൂ all vendors or vendor representative and arrange for bidding or negotiation for goods and services. എന്താണ് നമ്മുടെ വെൻഡർ റെപ്രസെന്റേറ്റീവ്സ് അല്ലെ, എന്താണ് കച്ചവടക്കാരന്റെ റെപ്രസെന്റേറ്റീവ്സുമായിട്ട് ഇന്റർവ്യൂ നടത്താൻ അല്ലെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് കച്ചവടക്കാരുമായിട്ട് സംസാരിച്ച് കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടൊക്കെ അല്ലേ പർച്ചേസിംഗിലേക്ക് എത്തിച്ചേരുന്നത്, ആ ഒരു ബിസിനസ് ട്രാൻസാക്ഷനിലേക്ക് എത്തിച്ചേരുന്നത് ആണോ? വെറുതെ എത്തിച്ചേരാണോ? വെറുതെ അവരുമായി പർച്ചേസ് ചെയ്യാണോ? സപ്ലയേഴ്സിനടുത്ത് അല്ലെങ്കിൽ വെൻഡേഴ്സിന്റെ അടുത്ത് നിന്ന് വെറുതെ സാധനങ്ങൾ അവർ പർച്ചേസ് ചെയ്യാണോ? ഇല്ല അല്ലെ. അവരിൽ നിന്ന് വ്യക്തമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടല്ലേ, ആശയവിനിമയം നടത്തിയിട്ടല്ലേ. അപ്പൊ എന്താണ് നമ്മുടെ വെൻഡർ റെപ്രസെന്റേറ്റീവ്സിനെ
ഇന്റർവ്യൂ ചെയ്യാനുള്ള അഭിമുഖം നടത്താം. അവർ വാങ്ങുന്ന പർച്ചേസിംഗിന്റെ സാധനങ്ങളുമായി ബന്ധപ്പെട്ട് ഇൻഫർമേഷൻസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാനുള്ള അവകാശം നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ്. കൂടാതെ എന്താണ് അറേഞ്ച് ഫോർ ബിഡിംഗ് ഓർ നെഗോസിയേഷൻ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ, നമുക്ക് ഗുഡ്സുകളും നമുക്ക് ആവശ്യമായിട്ടുള്ള ഹോസ്പിറ്റൽ വിലപേശ അല്ലെ, അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. പിന്നെ എന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും ചർച്ച നടത്താനും ലേലം വിളിക്കാനുള്ള അവകാശമൊക്കെ ആർക്കുണ്ട്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് to get correct quality and quantity at the economical price and to supply materials as needed for the various department. അല്ലെ, സാമ്പത്തിക വിലയെ അവർ കൊടുക്കുന്ന വിലയെ ശരിയായ ഗുണനിലവാരവും അളവും ലഭിക്കുന്നുണ്ടോ എന്ന് അല്ലെ, വേരിയസ് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അവർ കൊടുക്കുന്ന വിലയിൽ സാമ്പത്തിക വിലയിൽ എന്താണ് ശരിയായ ഗുണനിലവാരവും പിന്നെ എന്താണ് അളവ് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഇപ്പൊ എന്താണ് ചിലപ്പോ യൂസർ ഡിപ്പാർട്ട്മെന്റ്, പല യൂസർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ, ഹോസ്പിറ്റലില് ഡയറ്ററി ഉണ്ട്, ഡയാലിസിസ് ഉണ്ട് അല്ലെ, ലാബ് ഉണ്ട്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഉണ്ട്, ഫാർമസി ഉണ്ട് അല്ലെ. അപ്പൊ അവർക്ക് ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങളല്ലേ ഇവര് പർച്ചേസ് ചെയ്യുന്നത് അല്ലെ. ആ ഓരോ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായി വരുന്ന സാധനങ്ങളല്ലേ പർച്ചേസ് ചെയ്യുന്നത്. ആ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗുണനിലവാരമുണ്ടോ അല്ലെ, അവർ കൊടുക്കുന്ന ആ ഒരു മുതൽ മുടക്കിനുള്ള ഗുണനിലവാരമുണ്ടോ, അവർ കൊടുത്തിട്ടുള്ള ആ ഒരു ക്വാണ്ടിറ്റിയിൽ അല്ലെ അളവിലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തേണ്ടത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് മാനേജർ അല്ലെ. പർച്ചേസിംഗ് മാനേജറിലെ ജോബ് പ്രിസ്ക്രിപ്ഷൻ ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെ, ജോബിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ആരാണ് പർച്ചേസിംഗ് മാനേജർ എന്ന് പറയുന്നത്? The person that normally runs the purchasing department is called the purchasing manager അല്ലെ. ആരാണോ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങള് സാധാരണയായി നടത്തുന്നത് അവരെയാണ് പർച്ചേസിംഗ് മാനേജർ എന്ന് പറയുന്നത്. അതില് ആരുണ്ടോ നിങ്ങളുടെ ലാസ്റ്റ്? പർച്ചേസിംഗ് മാനേജർ. മാനേജർ എന്നാണോ മാനേജർ എന്നാണോ? ഉണ്ട് അല്ലെ. ഓക്കെ. എന്താണ് എന്താണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങള് ആരാണ്? മാനേജർ എന്നാണ് അല്ലെ. ആറെന്നുണ്ട് കേട്ടോ, മാനേജർ ആറെന്നാണ്. ഈ മിസ്സിന്റെ കഴ്സർ വെച്ചിട്ട് ആ ഒരു സെന്റൻസ് അവസാനിക്കുന്നിടത്ത് പർച്ചേസിംഗ് മാനേജ് കണ്ടോ, മിസ്സിന്റെ മാനേജർ എന്നാണ്, പക്ഷെ മാനേജർ എന്നാണ് കേട്ടോ. കറക്റ്റ് ചെയ്യേ ഉണ്ട് അല്ലെ. എന്താണ് ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങള് സാധാരണയായി ആരാണോ നടത്തുന്നത് അല്ലെ, പർച്ചേസിംഗ് നടത്തുക അല്ലെ, യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള എന്താണ് പർച്ചേസ് റിക്വസിഷൻസ്, പർച്ചേസിംഗ് റിക്വസിഷൻസ് മേടിക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ഓർഡർ കൊടുക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങള് സാധാരണയായി ആരാണോ നടത്തുന്നത് അവരെയാണ് പർച്ചേസിംഗ് മാനേജർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ, മിസ് എടുത്താൽ അത് തീരില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കേ. ഇന്നെടുത്തത് ഓക്കെ ആണോ എല്ലാവർക്കും? ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം.